അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അറിയാതെ നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകുന്ന ചില കാര്യങ്ങളാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് ഒന്നിരിക്കലും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കാരണം നമ്മൾ ഓതുന്ന അത്തഹിയ്യാത്തിന്റെ ചില അക്ഷരങ്ങൾ, ചില ഹർക്കത്തുകൾ അത് ശരിയാവാതെ വരികയും അതിലൂടെ അത്തഹിയ്യാത്ത് സഹിയാവാതിരിക്കുകയും അതിലൂടെ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ബാക്കിയാണ് ഇന്ന് ഞാനിപ്പോൾ പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതായത് മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞ ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി തരാം. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ അത്തഹിയ്യാത്ത് ഓതുമ്പോൾ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് പറയുമ്പോൾ സ്വലവാത്തു ത്വയ്യിബാത്തു എന്നൊക്കെ പറയുന്ന അവിടെ ശ്രദ്ധ നിർബന്ധമായിട്ടും കൊടുക്കണം. അല്ലാതെ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു എന്ന് ശ്രദ്ധയില്ലാതെ അല്ല പറയേണ്ടത്. അതേപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന സ്ഥലത്ത് അഷ്ഹദു അല്ലാ ഇലാഹ, അഷ്ഹദു അൻലാ ഇലാഹ എന്നല്ല, നൂന് തൻവീനൊന്നും അവിടെ വെളിവാകാനേ പാടില്ല. അവിടെ ഒരു നൂന് ഇല്ലാത്ത രൂപത്തിലാണ് നമ്മൾ ഉച്ചാരണത്തിൽ പറയേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അതുപോലെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദൻ എന്നല്ല, മുഹമ്മദുൻ എന്നല്ല, അവിടെ അങ്ങനെ ഒരു നൂനോ തൻവീനോ ഒന്നും ഇല്ലാത്ത രൂപത്തിലാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിസ്കാരം ബാത്തിലാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. അതായത് ചില ആളുകൾ റുകൂഇൽ നിന്നും ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് കൈ താഴെ ഇട്ടിട്ട് ഒരു രണ്ട് ഇങ്ങനെ ആട്ടിക്കൊടുക്കൽ കാണുന്നുണ്ട്. അത് തുടർച്ചയായി 3 പ്രാവശ്യം ആടിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും, ഉറപ്പാണ്. അതുപോലെ തന്നെ അത്തഹിയ്യാത്തിൽ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചൂണ്ടുവിരൽ ഇതുപോലെ ഉയർത്തുമല്ലോ, ആ ഉയർത്തിയിട്ട് അവിടെ ഒരു കളിയുണ്ട്. ഇതൊക്കെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ വിരൽ അവിടെ ഉയർത്തിപ്പിടിച്ചാൽ ഉയർത്തിയിട്ടാണ് നിൽക്കേണ്ടത്. അതിലിങ്ങനെ ആട്ടി കളിക്കാൻ പാടില്ല. അങ്ങനെ 3 പ്രാവശ്യം ആടിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ പിന്നെന്ന് പറയാനുള്ളത് ദുആഉൽ ഇഫ്തിതാഹ്. നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഓതുന്ന വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ, ആ തുടങ്ങുന്ന ദുആ ഉണ്ടല്ലോ, ആ ദുആഉൽ ഇഫ്തിതാഹ് അത് സുന്നത്താണ്. പക്ഷേ ആ സുന്നത്താണെങ്കിലും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ചില ആളുകൾ പറയുന്നത് ഇന്ന സ്വലാത്തി, സ്വാദിന് ശ്രദ്ധ കൊടുത്തിട്ടാണ്. ഇന്ന സ്വലാത്തി വ നുസ്കി അങ്ങനെയാണ് പറയുന്നത്. അത് തെറ്റാണ്. എന്താ പറയേണ്ടത്? ഇന്ന സ്വലാത്തി, ആ സ്വാദിനിക്ക് ശ്രദ്ധില്ല, ഇന്നക്കാണ് ശ്രദ്ധുള്ളത്. ഇന്ന സ്വലാത്തി. അതുപോലെ തന്നെ വനുസുക്കി, വനുസ്കി സീനിന് സുക്കൂനല്ല, ലമ്മാണ്, വനുസുക്കി അങ്ങനെയാണ് പറയേണ്ടത്. അല്ലാതെ ഇന്ന സ്വലാത്തി വനുസ്കി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിസ്കാരത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. നിസ്കാരം എന്നുള്ളത് അത് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്, അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ്. അത് നേരാവണ്ണം ചെയ്തില്ല എങ്കിൽ അതിന് പ്രതിഫലം കിട്ടൂല, മാത്രമല്ല അതിന് വലിയ ശിക്ഷയും ഉണ്ടാകും. അതാണ് അല്ലാഹു തആല പറഞ്ഞത് വൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും വലിയ നരകം എന്ന്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? അത് അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുമ്പോൾ അത് അതിൻ്റെതായ രൂപത്തിൽ തന്നെ നടത്തണം. വെറുതെ ഇങ്ങനെ ഇവിടെ ശല്യാക്കിയിട്ട് നമ്മുടെ ചിന്ത എവിടെയോ ആയിട്ട് അങ്ങനെയല്ല. അതുപോലെ തന്നെ അതിൽ ഓതേണ്ട കാര്യങ്ങൾ, ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചൊല്ലുകയും ഓതുകയും ചെയ്താൽ മാത്രമേ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ മുന്നിൽ ഒരാൾ നിൽക്കുകയാണ്, നമ്മൾ അവരോട് സംസാരിക്കുകയാണ്. അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എവിടേക്കോ ആയിട്ട് ഇവരോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ആൾക്ക് നമ്മളോട് ദേഷ്യം വരൂലേ? അവരെ കെയറാക്കാണ്ട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ. എന്നാൽ അങ്ങനെയല്ല. അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുമ്പോൾ അള്ളാഹു തആല പറഞ്ഞത് എന്താ? നിങ്ങൾ എന്നെ കാണുന്നില്ല എങ്കിലും ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലാഹു തആല ഏതു സമയത്തും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം എന്ന്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. അല്ലാഹു തആല സ്വീകരിക്കുന്ന രൂപത്തിൽ എല്ലാ അമലുകളും ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.